കണ്ണിൽ കണ്ട ആട്ടക്കാരികൾക്കും അറുവാണിച്ചുകൾക്കും കയറി നിറങ്ങാനല്ല എൻ്റെ പൂർവികർ ഈ സ്കൂൾ പണിതത്. ഇത് കുട്ടികളെ 4 അക്ഷരം നല്ലത് മാത്രം പഠിപ്പിക്കുന്ന ഇടമാണ്. ഇവിടെ പഠിക്കുന്ന കുട്ടികളും പഠിപ്പിക്കുന്ന അധ്യാപകരും നല്ല മാന്യതയും മര്യാദയും ഉള്ളവരും കുടുംബത്തിൽ പിറന്നവരുമാണ്. അല്ലാതെ നിന്നെപ്പോലെ കണ്ടിടം നിരങ്ങി നാടുനീളെ ആടി നടക്കുന്ന ആളുകളല്ല. അല്ലെങ്കിൽ തന്നെ ഈ സ്കൂളിൽ ടീച്ചറായി ജോലി ചോദിച്ചു വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? നിനക്ക് ധൈര്യത്തിന് കുറവൊന്നും ഉണ്ടാവില്ല. ഒന്നുമില്ലെങ്കിലും സ്വന്തം കെട്ടിയവനെയും ജനിപ്പിച്ച കുഞ്ഞിനെയും ഉപേക്ഷിച്ച് ഏതോ ഒരു മേത്തനൊപ്പം നാടുവിട്ട കുന്നത്തെ ലളിതയുടെ മോളല്ലേ നീ. നിനക്ക് ധൈര്യം കാണും. പക്ഷെ ആ ധൈര്യം ഇവിടെ ഈ ഗീതാദേവിയുടെ അടുത്ത് വേണ്ട. കേട്ടോടി. തനിക്ക് മുൻപിൽ കുനിഞ്ഞ ശിരസുമായി നിൽക്കുന്ന നന്ദിതയുടെ താടിത്തുമ്പ് ചൂണ്ടുവിരലാൽ ഉയർത്തി ഗീതാദേവി പറഞ്ഞതും നന്ദിതയ കൈവിരൽ തൻ്റെ വലം കൈയാൽ തട്ടിത്തെറിപ്പിച്ചു. ഞാനിവിടെ നിങ്ങളുടെ ഈ സ്കൂളിൽ നിങ്ങളോട് കാലുപിടിച്ച് ജോലി വാങ്ങാൻ വന്നവളല്ല. പലപ്പോഴായി നിങ്ങൾ നിഷേധിച്ച എനിക്ക് അവകാശപ്പെട്ട ജോലി എനിക്ക് തരണമെന്ന് പറയാനായി വന്നവളാണ്. നിനക്ക് അവകാശപ്പെട്ട ജോലിയോ? ഏതു വകയിലാടി ഇവിടെ നിന്റെ അവകാശം? കണ്ടവൻ്റെ കൂടെ കാമം തേടി നാട് വിട്ടുപോയ നിന്റെ തള്ള പണിതിട്ടതാണോ നിനക്കായി ഈ സ്കൂൾ? അതോ തള്ളയുടെ വഴിയെ നാടുനീളെ അഴിഞ്ഞാടി നീ പണിതതോ? ഗീതാദേവിയുടെ പരിഹാസം നിറഞ്ഞ മുഖം തനിക്ക് മുമ്പിൽ വിറയ്ക്കുമ്പോൾ പതറാതെ അവരുടെ കണ്ണുകളിലേക്ക് നോക്കി നിന്നു നന്ദിത. നിങ്ങളീ പറഞ്ഞ വകയിലൊന്നും എനിക്ക് ഈ സ്കൂളിൽ അവകാശമില്ല. അവകാശമുള്ളത് എൻ്റെ അച്ഛൻ്റെ പേരിലാണ്. കുന്നത്തെ രാമചന്ദ്രൻ മാഷിൻ്റെ മകൾ നന്ദിത എന്നതാണ് എൻ്റെ അവകാശം. എന്താ അറിയില്ലേ നിങ്ങൾക്ക് എൻ്റെ അച്ഛനെ? കുന്നത്ത് രാമചന്ദ്രൻ മാഷ് എന്ന പേര് കേട്ടതും ഗീതാദേവിയിലുണ്ടായ പതർച്ച ശ്രദ്ധിച്ചുകൊണ്ട് നന്ദിത അവരോട് ചോദിച്ചു. ചിലപ്പോൾ നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവും ഒരു പക്ഷേ എൻ്റെ അച്ഛനെ. ഞാൻ ഓർമ്മിപ്പിക്കാം. നിങ്ങളുടെ ഈ സ്ഥാപനത്തിൽ 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഗണിതാധ്യാപകനായിരുന്ന മനുഷ്യനാണ് കുന്നത്ത് രാമചന്ദ്രൻ. അച്ഛൻ്റെ കഴിവുകേടും ആണത്തമില്ലായ്മയും കൊണ്ടാണ് അമ്മ കണ്ടവനെ തേടി പോയതെന്ന് നിങ്ങളുടെയെല്ലാം പരിഹാസവാക്കുകൾ താങ്ങാതെ ഈ സ്കൂളിൻ്റെ മുമ്പിലെ മാവിൻ കൊമ്പിൽ ഒരു ദിവസം ജീവിതം അവസാനിപ്പിച്ച രാമചന്ദ്രൻ മാഷെ മറന്നുപോയോ? ശ്രീവിജയ സ്കൂളിൻ്റെ പ്രിയപ്പെട്ട പ്രിൻസിപ്പാളും ഉടമസ്ഥയുമായ ശ്രീമതി ഗീതാദേവി വാസുദേവൻ. കുപ്പിച്ചെല്ലിൻ്റെ മൂർച്ചയുള്ള ശബ്ദത്തിൽ നന്ദിത ചോദിച്ചതും ഒരു നിമിഷം ഗീതാദേവിയൊന്ന് പതറി. നിന്റെ അച്ഛനെ ഇവിടാരും മറന്നതല്ല. നഷ്ടപ്പെട്ട മനോധൈര്യം വീണ്ടെടുത്ത് ഗീതാദേവി പറയാൻ തുടങ്ങിയതും ഓഫീസ് റൂമിൻ്റെ ഗ്ലാസ് ഡോർ തള്ളി തുറന്ന് വിജയ് ബാബു കടന്നു വന്നു. ഗീതാദേവിയുടെ ഏക മകൻ, ശ്രീവിജയ സ്കൂളിൻ്റെ ഏക അവകാശി. തൻ്റെ അമ്മയുടെ മുന്നിൽ നിന്ന് വീറോടെയും വാശിയോടെയും സംസാരിക്കുന്ന നന്ദിതയെ വിജയബാബു ആകമാനമൊന്നു നോക്കി. ഇളം നീല സാരിയുടുത്ത് ഉയർന്ന മാറിടവും വിരിഞ്ഞ നിതംബവും ആരെയും മയക്കുന്ന അംഗലാവണ്യവുമുള്ളൊരു പെണ്ണ്. എരിയുന്ന കണ്ണിനും വിറയ്ക്കുന്ന ചുണ്ടിനും ആരെയും വശീകരിക്കുന്ന കാന്തശക്തി. ഇവളാണ് പെണ്ണ്. ഏതു പുരുഷനും കൊതിക്കുന്നവൾ, അവൻ മന്ത്രിച്ചു. തൻ്റെ ശരീരത്തെ കൊത്തിവലിക്കുന്ന വിജയ് ബാബുവിൻ്റെ കണ്ണിലെ എരിയുന്ന കാമാഗ്നി കണ്ടതും നന്ദിതയിലൊരു ചിരി ഉണർന്നു. വിജയ് ബാബുവിന് പ്രതീക്ഷ നൽകുന്നൊരു ചിരി. എന്താണമ്മേ, എന്താണിവിടെ? അമ്മയുടെ ശബ്ദം ഓഫീസിന് പുറത്തു കേൾക്കാലോ. ആരാണീ പെൺകുട്ടി? ഇവളെന്തിനാ അമ്മയോട് ശബ്ദമുയർത്തുന്നത്? വിജയ് ബാബുവിൽ നിന്ന് ചോദ്യങ്ങൾ ഓരോന്നായി വന്നതും ഗീതാദേവി അവന് നേരെ തിരിഞ്ഞു. മോനെ, ഇവളെ നീ കണ്ടിട്ടുണ്ടാവില്ല. നാടുനീളെ അഴിഞ്ഞാടി നടക്കുന്ന ഇവളെപ്പോലുള്ളവരുമാരെ തിരിഞ്ഞു നോക്കുന്ന ഒരുത്തനായിട്ടല്ലല്ലോ ഞാൻ നിന്നെ വളർത്തിയത്. അഭിമാനത്തോടെ മകനെ നോക്കി പറയുമ്പോഴും അവരുടെ കണ്ണിൽ നന്ദിതയോടുള്ള വെറുപ്പ് തെളിഞ്ഞു നിന്നിരുന്നു. ഗീതാദേവിയുടെ വാക്കുകൾ കേട്ടതും നന്ദിതയുടെ മുഖത്തൊരു പുച്ഛച്ചിരി വിരിഞ്ഞു. മോനെ വിജയ്, ഇവളാണ് നന്ദിത, കുന്നത്ത് രാമചന്ദ്രൻ മാഷുടെ മകൾ. വേലിചാടി കണ്ടവനൊപ്പം നാടുവിട്ട അഴിഞ്ഞാട്ടക്കാരി ലളിതയുടെ മകൾ. വാക്കുകളിൽ പരമാവധി പരിഹാസവും പുച്ഛവും കലർത്തി തൻ്റെ അമ്മ പറയുന്ന ഓരോ വാചകവും തികഞ്ഞ നിസ്സംഗതയോടെ കേട്ടു നിൽക്കുന്ന നന്ദിതയെ തന്നെ ശ്രദ്ധിച്ചു വിജയ് ബാബു. അവളുടെ കുലീനത്വം വിളിച്ചോതുന്ന മുഖത്തും ശ്വാസഗതിക്കനുസരിച്ച് ഉയർന്നു താഴുന്ന മാറിടങ്ങളിലും അവൻ്റെ കണ്ണുകൾ മാറി മാറി സഞ്ചരിച്ചു. ഇവരെന്തിനാണ് ഇവിടെ വന്നത്? അമ്മയോട് കയർത്ത് സംസാരിക്കുന്നത് എന്തിനാ? അത് നിനക്കറിയാത്ത ചില കാര്യങ്ങളുണ്ട്. നീ പഠനാവശ്യങ്ങൾക്കായി പുറത്തുപോയ സമയത്ത് ഈ സ്കൂളിൻ്റെ മുമ്പിൽ ഇവളുടെ തന്ത കെട്ടിത്തൂങ്ങി ചത്തിരുന്നു. തന്ത ചത്ത വകയിൽ ആ ജോലിയും ചോദിച്ച് വന്നിരിക്കുകയാണ് ഇവൾ. രൂപ 1-2 30 ലക്ഷം ഞാൻ വില പറഞ്ഞുറപ്പിച്ചു വെച്ച പോസ്റ്റാണ് ചുളുവിൽ ആശ്രിത നിയമനം വഴി ഇവൾ തട്ടിയെടുക്കാൻ നോക്കുന്നത്. അല്ലെങ്കിൽ തന്നെ മാഷ് മരിച്ചിട്ട് കുറേയായി. ഇപ്പോഴാണോ ഇവളിത് ചോദിക്കേണ്ടത്? എന്തർഹത ഉണ്ടായിട്ടാ ഇവൾക്കെല്ലാം? എൻ്റെ അർഹത എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു മാഡം. പിന്നെ എൻ്റെ പഠനം പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഞാൻ മാറി നിന്നത്. പിന്നെ പഠനം നാടുനീളെ നിർത്തണം മാഡം. നിങ്ങൾ കുറേ പ്രാവശ്യമായല്ലോ പറയുന്നു ഞാൻ അഴിഞ്ഞാടി നടക്കുന്നുവെന്ന്. ഞാൻ അഴിഞ്ഞാടി നടന്നെങ്കിൽ അതെൻ്റെ മിടുക്ക്. അതിൻ്റെ കണക്ക് നിങ്ങളെടുക്കണ്ട. നിങ്ങൾ വില പറഞ്ഞുറപ്പിച്ച പോസ്റ്റിലേക്ക് ഞാൻ അവകാശം ചോദിച്ചു വരാതെ ഇരിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ കുറേ കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം.
അഴിഞ്ഞാട്ടക്കാരിയായി എന്നെ ചിത്രീകരിച്ചാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമായില്ലോ അല്ലേ? എന്നെ പല വിധത്തിൽ പലയിടങ്ങളിൽ നിങ്ങൾ അപമാനിക്കാൻ ശ്രമിച്ചതൊന്നും ഞാൻ മറന്നിട്ടില്ല. നീ എന്ത് മറന്നാലും മനസ്സിലാക്കിയാലും എനിക്കൊരു പുല്ലുമില്ല. ഇവിടെ എൻ്റെ ഈ സ്കൂളിൽ കയറിപ്പറ്റാന്ന് നീ കരുതണ്ട. ഞാൻ സമ്മതിക്കില്ല അതിനുവേണ്ടി ഞാൻ എന്തും പറയും ചെയ്യും. നീ വാടാ മോനെ. നന്ദിതയോട് പറഞ്ഞുകൊണ്ട് ഗീതാദേവി വിജയ് ബാബുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഓഫീസിന് പുറത്തേക്ക് പോയി. അമ്മയ്ക്കൊപ്പം അനുസരണയോടെ നടക്കുമ്പോഴും തന്നെ തിരിഞ്ഞു നോക്കുന്ന വിജയ് ബാബുവിലായിരുന്നു നന്ദിതയുടെ ശ്രദ്ധയപ്പോൾ. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് റോഡിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ നിർത്തിയിട്ട കാറിനുള്ളിൽ നിന്ന് അസ്വാഭാവിക നിലയിൽ യുവാവിനെയും യുവതിയെയും സമീപവാസികളായ നാട്ടുകാർ പിടികൂടിയതും ചോദ്യം ചെയ്തതും. ചോദ്യം ചെയ്യലിനിടയിൽ നാട്ടുകാരോട് യുവതി പ്രകോപനപരമായ രീതിയിൽ സംസാരിക്കുകയും രംഗം വഷളാവുകയും ചെയ്തതിനെ തുടർന്ന് പോലീസ് ഇടപെട്ട് യുവാവിനെയും യുവതിയെയും സ്റ്റേഷനിലെത്തിക്കുകയായിരുന്നു. നഗരത്തിലെ പ്രശസ്തമായ ശ്രീവിജയ സ്കൂളിലെ അധ്യാപകനും സ്കൂൾ അധികാരികളിൽ പ്രധാനിയുമായ ശ്രീ വിജയ് ബാബുവാണ് യുവതിക്കൊപ്പം കാറിലുണ്ടായിരുന്നതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. യുവാവുമായി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പ്രണയത്തിലാണെന്നും തങ്ങളുടെ വിവാഹത്തെ ശ്രീവിജയ സ്കൂൾ അധികാരിയും വിജയ് ബാബുവിൻ്റെ അമ്മയുമായ ശ്രീമതി ഗീതാദേവി എതിർത്തതിനാലാണ് തങ്ങൾക്ക് ഇത്തരമൊരു അവസ്ഥ വന്നതെന്നും യുവതി മാധ്യമങ്ങളോട് പറഞ്ഞു. TV ചാനലുകൾ വാർത്ത ആഘോഷമാക്കി മാറ്റുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരുടെ സാന്നിധ്യത്തിൽ പരസ്പരം മാല ചാർത്തി വിവാഹിതരായ വിജയ് ബാബുവിൻ്റെയും നന്ദിതയുടെയും സമീപം ഒന്നും മിണ്ടാനോ പ്രതികരിക്കാനോ സാധിക്കാതെ പതഞ്ഞുയർന്ന ദേഷ്യത്തെ കടിച്ചമർത്തി നിൽക്കുകയായിരുന്നു ഗീതാദേവി. തനിക്ക് ചുറ്റും ക്യാമറയും മൈക്കും തൂക്കി നിൽക്കുന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷ നേടാനെന്നവണ്ണം ഈ വിവാഹത്തിന് സമ്മതിച്ച് സാക്ഷിയാവേണ്ടി വന്നപ്പോഴും തൻ്റെ മകൻ എങ്ങനെ നന്ദിതയുടെ വലയിൽ വീണു എന്നറിയാതെ ഉഴലുകയായിരുന്നു ഗീതാദേവിയിലെ അമ്മ മനസ്സ്. ഹലോ അമ്മേ. കാതിനരികിൽ നിന്ന് നന്ദിതയുടെ പതിഞ്ഞ ശബ്ദം കേട്ടതും ദേഷ്യം കാളുന്ന മിഴികളോടെ ഗീതാദേവി അവളെ തുറച്ചു നോക്കി. അല്ല, ഭർത്താവിൻ്റെ അമ്മയെ മാഡമെന്ന് വിളിക്കുന്നത് മോശമല്ലേ? അതുകൊണ്ടാണ് കേട്ടോ. അല്ലാതെ നിങ്ങളെ അങ്ങനെ വിളിക്കാൻ കൊതിയുണ്ടായിട്ടല്ല. ചുണ്ടിലൊളിപ്പിച്ച ഗൂഢമായ ചിരിയോടെ നന്ദിത പറഞ്ഞു. എടീ നിങ്ങളെന്നെ ഒന്നും ചെയ്യില്ല മാഡം. എനിക്ക് നിങ്ങളിൽ നിന്ന് വേണ്ട സുരക്ഷയ്ക്ക് ആവശ്യമായതെല്ലാം ഈ സ്റ്റേഷനിലും പിന്നെ ഈ നാട്ടുകാരുടെയും മീഡിയക്കാരുടെയും സഹായത്തോടെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് എന്തു സംഭവിച്ചാലും അതിനെല്ലാം ഉത്തരവാദി മാഡം മാത്രമാണ്. മാഡത്തിൻ്റെ മകൻ പോലും മാഡത്തെ ഇനി വിശ്വസിക്കില്ല. ഞാൻ എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു മനുഷ്യനായി ഞാൻ അയാളെ മാറ്റിയെടുത്തു ഈ കുറച്ച് മാസങ്ങൾ കൊണ്ട്. നന്ദിത പറഞ്ഞതും ഗീതാദേവി പകച്ച് അവളെ നോക്കി. സ്വന്തം ജീവിതവും സുഖവും നോക്കി പെറ്റമ്മ എന്നെയും അച്ഛനെയും ഉപേക്ഷിച്ചു പോയ നാൾ തൊട്ട് കേട്ടു തുടങ്ങിയതാണ് ഞാൻ അമ്മയെപ്പോലെ വഴിപിഴയ്ക്കുമെന്ന്. സ്വന്തം കഴിവുകേട് കൊണ്ടാണ് ഭാര്യ കഴിവുള്ള ഒരുത്തനെ കണ്ടെത്തിപ്പോയതെന്ന നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ പരിഹാസം സഹിക്കാൻ വയ്യാതെ അച്ഛനും ജീവൻ ഒടുക്കിയപ്പോൾ തനിച്ചായിപ്പോയി ഞാൻ. മുന്നോട്ടുള്ള ജീവിതത്തിന് അച്ഛൻ്റെ പേരിലുള്ള ജോലി മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി പഠനം പൂർത്തിയാക്കാൻ ഞാൻ ശ്രമിച്ചപ്പോൾ ആ ജോലി മറ്റൊരാൾക്ക് നൽകി അതിലൂടെ പണം സമ്പാദിക്കാൻ ശ്രമിച്ച നിങ്ങൾ എന്നെ ഒരു അഴിഞ്ഞാട്ടക്കാരിയായി പലപ്പോഴും നാട്ടുകാരുടെ മുന്നിൽ ചിത്രീകരിച്ചു. നിങ്ങൾ എനിക്ക് പതിച്ചു തന്ന ആ പേരില്ലേ, അഴിഞ്ഞാട്ടക്കാരി എന്നത്, അത് ഞാനങ്ങ് സ്വീകരിച്ചു. എൻ്റെ സൗന്ദര്യം നിങ്ങളുടെ മകനെ ആകർഷിച്ചു എന്ന് അന്ന് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് മടങ്ങുമ്പോൾ ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് ഞാൻ അറിഞ്ഞൊന്ന് ആടിയപ്പോൾ നിങ്ങളുടെ മകൻ എൻ്റെ കാൽച്ചുവട്ടിലായി. എനിക്ക് വേണ്ടി അവൻ ഇന്ന് നിങ്ങളെപ്പോലും വേണ്ടെന്ന് വയ്ക്കും. പിന്നെ ഇന്ന് നടന്നതെല്ലാം ഈ കല്യാണം ഇങ്ങനെ നടക്കാൻ വേണ്ടിയുള്ളൊരു വെറും പ്ലാനിങ് മാത്രം. ഇത്തിരി നാണം കെടും, എന്നാലും സാരമില്ല. കിട്ടാനുള്ളത് വിജയ സ്കൂളിൻ്റെ അധികാരമാണ്. അവിടെ ഒരു ടീച്ചറാവാൻ വന്നവൾക്ക് നിങ്ങൾ മൂലം ലഭിച്ച ഭാഗ്യം. നിങ്ങളുടെ പണക്കൊതി മൂലം നിങ്ങൾക്ക് വന്നതാണ് ഈ ഗതി. നന്ദിത പകയോടെ കാര്യങ്ങൾ പറഞ്ഞു തീർക്കുമ്പോൾ ഗീതാദേവി തിരിച്ചറിയുകയായിരുന്നു, ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഒരുവൾ ഇറങ്ങിപ്പുറപ്പെട്ടാൽ പിന്നെ അവൾ നടത്തുന്നത് ഒളിപ്പോരല്ല, അഴിഞ്ഞാട്ടം തന്നെയാണെന്ന്. ഇനി തുടരുകയാണ് ഗീതാദേവിയും നന്ദിതയും തമ്മിലുള്ള പോരാട്ടം, അല്ല അഴിഞ്ഞാട്ടം. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.